ഫെബ്രുവരി 7-ാം തീയതി വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ എനിക്ക് ഒരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കാൻ പറ്റാത്ത വേദന. അത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വേദന ഞങ്ങൾ അടിവയറ്റിലോട്ട് മാറി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് തിരിച്ചു വന്നു. രാത്രി ഒരു 9 മണി ആയപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ വയ്യ. വീണ്ടും വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ സ്കാനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കുടൽ പൊട്ടിപ്പോയി, അൾസർ വന്ന് പൊട്ടിയതാണ്, അതുകൊണ്ട് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി 12:30 ആയപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. രാവിലെ 5:30 ആയെന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയിൽ 5:30 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. 8ാമത്തെ ദിവസം എനിക്ക് ബയോപ്സി റിസൾട്ട് വന്നു, ക്യാൻസറാണ്. അങ്ങനെ 9ാമത്തെ ദിവസം അവിടെ ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച ചെക്കപ്പിന് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സൈഡ് കൊണ്ടുവന്ന് RCCയിൽ 10 ലാബിൽ കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് ഡൗട്ട് ഉണ്ട്, ഏതായാലും അവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 1.5 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ റിസൾട്ട് ഒന്ന് കൺഫേം ആക്കി ക്യാൻസറാണ്. അങ്ങനെ ആ റിസൾട്ട് മേടിച്ച് ഞങ്ങൾ തിരിച്ച് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു. അപ്പോൾ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറയാണ് 2 മാസം ആയേ ഉള്ളൂ, 2.25 ലക്ഷം രൂപ 8 ദിവസം കൊണ്ട് എൻ്റെ മേടിച്ചതാണ്. ഡോക്ടർ പറയണം ഇനി വീണ്ടും ഇത് റീസർജറി ചെയ്യണം. കാര്യം പറഞ്ഞാൽ അന്ന് പൊട്ടിയ ഭാഗം പുള്ളി അടച്ചതേ ഉള്ളൂ, ഇനി അത് ആ ഭാഗം എടുത്ത് കളയാം. അങ്ങനെ മെയ് 19-ാം തീയതി ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ കുരിശ് വെച്ച് അനുഗ്രഹിച്ചു, തൈലം ഇട്ടു. മെയ് 22-ാം തീയതി ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ആ റിസൾട്ട് സർജൻ തിയേറ്ററിലായിരുന്നു, വേറെ ഡോക്ടറാണ് എന്നെ വിളിച്ചത്. അപ്പോൾ പുള്ളിയും ഞാനും RCCയിൽ ചെയ്ത 10 ബയോപ്സി റിസൾട്ടും മെഡിസിറ്റി ഹോസ്പിറ്റലിൽ തന്നിട്ട് റിസൾട്ടും എല്ലാം കൂടെ നോക്കിയിട്ട് പുള്ളിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പുള്ളി പറയുന്നത് എനിക്ക് കിഡ്നിയുടെ അസുഖമല്ലോ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു വൈറ്റമിൻ വന്നെയാണ്. അപ്പോൾ പുള്ളി പറയുകയാണ് ഇതിനകത്ത് എൻഡോസ്കോപ്പി നെഗറ്റീവ്, CT നെഗറ്റീവ്, ബയോപ്സി നെഗറ്റീവ്. ഇതിലെത്തിച്ച എൻ്റെ അമ്മയ്ക്കും കർത്താവായ യേശുദേവനും എങ്ങനെ നന്ദി പറയണം. മരിക്കുന്നതും വരെ ഞാൻ ഇതിന് കടപ്പെട്ടിരിക്കും.